നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ് ഭാഗവത മഹാത്മ്യം 5-ാമത്തെ അധ്യായം, അതിൽ 25-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. 71-ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ കേൾക്കാം. ഓം സൂത ഉവാച ഏവം പൃഷ്ടസ്തദാ തേന രുരോദ്വച്ചൈ പുനഃ പുനഃ അശക്തോ വചനോച്ചാരേ സംജ്ഞാമാത്രം ചകാരഃ. ഗോകർണൻ ഇങ്ങനെ ചോദിച്ച് ആ പ്രേതം എന്ത് മറുപടി പറയും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കരഞ്ഞു. വാക്കുകൾ ഉച്ചരിക്കാനുള്ള കഴിവില്ല. പ്രേതാവസ്ഥയാണ്, പിശാചാവസ്ഥയാണ്. അപ്പം എന്താ പറയേണ്ടത് എന്നുള്ളത് പറയണച്ചാൽ ഉച്ചരിക്കാനുള്ളൊരു കഴിവ് വേണ്ടേ. അപ്പം അതില്ല. അപ്പം അതുകൊണ്ട് കരഞ്ഞു. അജ്ഞാതാർത്ഥാത്തുയാ വാണി സംജ്ഞാമാത്രം തതുച്യതേ. അർത്ഥം അറിയപ്പെടാതിരിക്കുന്ന വാക്ക് യാതൊന്നാണോ അതിനെ സംജ്ഞാമാത്രം എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷേ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് സൂക്ഷ്മമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ജ്ഞാനം കിട്ടും. ജ്ഞാനിക്ക് ആ ജ്ഞാനം കിട്ടും, എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അതെടുക്കാൻ കഴിയുന്നയാളാണ് ജ്ഞാനി. അങ്ങനെ ഒരു ജ്ഞാനിയാണ് ഈ ഗോകർണൻ. അതുകൊണ്ട് അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഓരോന്നിനും ഓരോ വിധിയാണ്. ഏവം പൃഷ്ടഃ തദാ തേന രുരോധ ഉച്ചൈഃ പുനഃ പുനഃ അശക്തഃ വചന ഉച്ചാരേ സംജ്ഞാമാത്രം ചകാരഃ. ഇപ്പോൾ ഏവം പൃഷ്ടഃ ഇങ്ങനെ ചോദിക്കപ്പെട്ടു. ഈ പ്രേതം ദുഃഖം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഗോകർണൻ ചോദിച്ചു, ആരാണ് നീയെ, എവിടുന്നാ വരണ, എന്താ കഥ എന്ന് ചോദിച്ചു. അപ്പോൾ ഏവം പൃഷ്ടഃ തഥാ തേന രുരോധ. അപ്പോൾ ആ പ്രേതത്തിന് ഉത്തരവൊന്നും പറയാൻ പറ്റിയില്ല ഗോകർണൻ അങ്ങനെ ചോദിച്ചപ്പോഴേ. അത് കാരണം ഉറക്കെ കരഞ്ഞു. വീണ്ടും വീണ്ടും കരഞ്ഞു എന്നാ. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും കരഞ്ഞു? നിസ്സഹായാവസ്ഥയാണ്. അശക്തഃ വചനഃ ഉച്ചൈഃ ഉച്ചാരേ. ഈ കാര്യം ഉറക്കെ പറയാനായിട്ട് ഈ പ്രേതത്തിന് സാധിക്കണില്ല, ശരീരമില്ല. അതുകൊണ്ട് സാധിക്കില്ല. ചില അംഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ശരീരമേ ഇല്ല. പിന്നെ ഇപ്പോൾ താലുമൂലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ സംജ്ഞാമാത്രം ചകാരഃ. ഇത് സൂചനയായിട്ട് പറഞ്ഞു എന്നാണ്. സംജ്ഞ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ സൂചന എന്നാണ്. അപ്പോൾ ഇവിടെ വ്യാഖ്യാതാവ് കുറച്ചും കൂടിയും അതിനെ വിശദമായിട്ട് പറഞ്ഞു. അജ്ഞാതാർത്ഥാത്തു യാ വാണി സംജ്ഞാമാത്രം തതുച്യതേ. അജ്ഞാതാർത്ഥ, ഈ അജ്ഞാതമായിരിക്കുന്ന ഈ അർത്ഥം അതാവട്ടെ യാ വാണി, ഏതൊരു വാക്കാണോ അത് സംജ്ഞാമാത്രം തതുച്യതേ, അതിനെ സംജ്ഞ എന്ന് പറയപ്പെടുന്നു. സംജ്ഞയോട് കൂടിയിട്ട് അതിനെ സൂചിപ്പിക്കുന്നു. ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. സംസ്കൃതം പഠിക്കാത്തയാൾക്ക് സംസ്കൃതം മനസ്സിലാവില്ല. എന്ന കൂട്ടത്തിൽ ആ വാക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ വാക്ക് എന്തോ അതിനെ സൂചനയായിട്ട് പറയപ്പെടുന്നു. ഈ രാജാക്കന്മാർ ചാരന്മാരോട് കൊടുക്കുന്ന ചില വാക്കുകൾ, ഭാഷകളുണ്ട്. ഗൂഢഭാഷകളാണ്. അതിൽ ആംഗ്യം ഉണ്ടാവും, ഭാവങ്ങളുണ്ടാവും. കണ്ണുകൊണ്ട്, പല്ലുകൊണ്ട്, ചുണ്ടുകൊണ്ട്, കവിളുകൊണ്ട്, ഇങ്ങനെയൊക്കെ പുരികം കൊണ്ട് ഒക്കെ ഭാഷകളുണ്ട്. വാക്കുകൾ ഒരു ബന്ധമില്ലാത്ത വാക്കുകൾ. അതിൽ ഇംഗ്ലീഷും ഉണ്ടാവും, മലയാളം ഉണ്ടാവും, സംസ്കൃതം ഉണ്ടാവും. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അതിനൊക്കെ അർത്ഥം ആ ചാരന്മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. എന്താ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മലയാളം അറിയാത്ത ഒരു റഷ്യക്കാരനോ അമേരിക്കക്കാരനോ പറഞ്ഞാൽ മനസ്സിലാവുമോ? പക്ഷെ ഭഗവാൻ ഇതൊക്കെ മനസ്സിലാവില്ലേ? കാരണം നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഭാവത്തെ ഭഗവാൻ അറിയും എന്നതാണ്. ഇവിടെ മഹാജ്ഞാനിയായിട്ടുള്ള ഗോകർണന് ഈ പ്രേതത്തിൻ്റെ അവസ്ഥ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എങ്ങനെ മനസ്സിലാക്കണോ അത് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ്. ഇവിടെ പ്രേതം ശരീരമില്ലാത്തത് കൊണ്ടും അത് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് മനസ്സിലായപ്പോൾ ശരീരത്തെ ഉണ്ടാക്കി കൊടുക്കാണ്ടായത്. എന്നിട്ടാണ് പറയിച്ചത്.
അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയല്ല. നമുക്കൊക്കെ പച്ചയിൽ വിളിച്ച് പറഞ്ഞാലേ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഒരു ലേശം മനസ്സിലായാലോ പിന്നെ ഞാൻ ആരാ നിശ്ചയില്ല. ഇവിടെ പ്രേതത്തിന് അതുണ്ടായില്ല. ഗോകർണൻ ഇപ്രകാരത്തിൽ ചെയ്തു കൊടുത്തപ്പോൾ ഇനി ഗോകർണൻ മാത്രമേ ശരണമായിട്ടുള്ളൂ എന്ന് ധരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫലവും കിട്ടി. ഭാഗവതം കേട്ടു, മുക്തനായി, വിഷ്ണു സ്വരൂപിയായിട്ട് പാർഷദനായിട്ട് വൈകുണ്ഠത്തിലേക്ക് എത്തി. അപ്പം അതിൻ്റെ ഈ നിസ്സഹായാവസ്ഥ ആദ്യത്തെ ഭാവവും അത് കഴിഞ്ഞിട്ട് മാക്സിമത്തിലെത്തുന്ന ആ ഭാവവും ഈ ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ബേസ് ഉണ്ടാവണം. നമ്മൾ ഈ ബേസ് അറിഞ്ഞിട്ട് വേണം ഈ ഭാഗവതത്തെ നമ്മൾ സ്വീകരിക്കാനായിട്ട്. ഏവം പൃഷ്ട തഥാ തേന രുരോധ ഉച്ചൈഹി, ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ ആ പ്രേതത്തിനാൽ ഇതിങ്ങനെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പുനഃ രുരോധ ഉച്ചൈഹി, വീണ്ടും വീണ്ടും കരഞ്ഞു എന്നാ. അപ്പോൾ ശ്രമിച്ചു എന്ന് സാരം പറയാൻ വേണ്ടിയിട്ടേ. അശക്ത വചന ഉച്ചാരേ, ഉറക്കെ പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് സംജ്ഞാമാത്രം ചകാരഹ, ഈ കരച്ചിൽ അത് സൂചനയായിട്ട് മാറി എന്നതാണ് മനസ്സിലാക്കണം. നമുക്ക് നമുക്ക് സംസ്കൃതം അറിയോ? ഇപ്പോൾ എനിക്ക് സംസ്കൃതം അറിയില്ല. ഭാഗവതം വായിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഭാഗവതത്തിലുള്ള സംസ്കൃതത്തിനെ അതും വ്യാഖ്യാനം നോക്കിയിട്ട് പറയുകയാണ്. അത് പറയണു എന്നേ ഉള്ളൂ, മറ്റുള്ളതിനെ കൂട്ടിച്ചേർക്കൊണ്ട് അത് പറയാൻ പറ്റണം. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ഭാഗവത തത്വം ഇല്ലാതെ കണ്ട് അന്യം ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഇതിലെന്താണോ ഭഗവാൻ ഉദ്ദേശിച്ചത്, വ്യാസൻ ഉദ്ദേശിച്ചത്, അത് നമുക്ക് കിട്ടില്ല. നമുക്ക് കിട്ടിയാലേ നമ്മിൽ നിന്നും പുറത്തേക്ക് വരുള്ളൂ. ഇതിൻ്റെ തത്വം ഇതാണ്. എനിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പം നിങ്ങൾ ശ്രോതാക്കൾ ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഭാഗവതത്തിൻ്റെ തത്വം മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം അതിൻ്റെ വാച്യാർത്ഥം ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഭക്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിലുള്ളതല്ലല്ലോ ഞാൻ പറയുന്നത്, അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയണില്ലേ. അപ്പോൾ അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു അനുഗ്രഹം ഭഗവാനിൽ നിന്നും കിട്ടിയത് എന്തോ അത് നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും ഇത് കേൾക്കുന്നത്. അത് താല്പര്യമില്ലാത്തവർ കുറച്ച് കേൾക്കും, അത് ഓഫാക്കും, പിന്നെ എന്നെ ശ്രദ്ധിക്കില്ല. അത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ, എനിക്ക് പറയാനും പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രേതത്തിനത് പറയാൻ പറ്റിയില്ല, വേണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സംജ്ഞയെ കൊടുത്തു എന്നാണ്. ചോദ്യം ചോദിക്കാൻ വിശാവാൻ പ്രയാസ, എന്നിട്ട് വേണ്ടേ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ആ കഴിവ് കിട്ടാൻ. അപ്പോൾ ഇവിടെ സംജ്ഞ മാത്രമായിട്ടാണ് ചെയ്തത്. അത് ഗോകർണന് നല്ല മനസ്സിലായി എന്ന് സൂതൻ നമ്മളോട് പറയാ. സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാണ്. ഏവം പൃഷ്ടസ്തദാ തേന രുരോധോച്ചൈ പുനഃ അശക്തോ വചനോച്ചാരേ സംജ്ഞാമാത്രം ചകാരഹ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ആ ഗോകർണനാൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രേതത്തിന് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ. വീണ്ടും വീണ്ടും കരഞ്ഞു. വാക്കിനെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചു. പക്ഷെ അത് സംജ്ഞയായിട്ട് മാറി. അത്രയേ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. 25-ാമത്തെ ശ്ലോകം. ഇനി 26-ാമത്തെ ശ്ലോകം. തതോഞ്ജലോ ജലം കൃത്വാ ഗോകർണസ്തമുദൈരയത് തത്സേകാത് ഗതപാപോസൗ പ്രവക്തും ഉപചക്രമേ. ആ സമയത്ത് ഈ ഗോകർണൻ തൻ്റെ കമണ്ഡലുവിലെ ജലം, തീർത്ഥജലം എടുത്തുകൊണ്ട് ആ പ്രേതത്തെ തളിച്ചു. അവിടെ വായുരൂപത്തിലിരിക്കുകയാണ്, വാത്യാരൂപധരൻ. അദ്ദേഹത്തിനെ തളിച്ചു കഴിഞ്ഞപ്പോൾ ആ ജലസ്പർശം കാരണം കൊണ്ട് പാപത്തെ മുഴുവൻ നശിച്ചു. അപ്പോൾ പറയാനുള്ള അർഹത കിട്ടി. തതഃ അഞ്ജലോ ജലം കൃത്വ. ആ സമയത്ത് ആ കയ്യിലുണ്ടായിരുന്ന ജലം എടുത്തിട്ട് ഗോകർണൻ തം ഉദൈരയത്, ജലത്തെ തളിച്ചു. തത് സേകാത്, ആ നനവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, സേകാത് നനയ്ക്കൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഗത പാപ, പാപം മുഴുവന് പോയി. അസൗ, ഈ പ്രേതം, ആ പ്രേതത്തിൻ്റെ പാപം പോയപ്പോൾ
പ്രവക്തും ഉപചക്രമേ, പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്താണോ പറയാനുള്ളത് അത് ചെയ്യാൻ സാധിച്ചു എന്ന് സാരം. തതഃ അഞ്ജലോ ജലം കൃത്വ ഗോകർണഃ തം ഉദൈരയത് പറയാൻ തുടങ്ങി. തൽ സേകാത് ഗത പാപഃ അസൗ, തത് സേകാത് ഗത പാപോ അസൗ പ്രവക്തും ഉപചക്രമേ. അപ്പം അതുകൊണ്ട് ഗോകർണൻ ഈ വെള്ളം കമണ്ഡലുവിൽ തീർത്ഥജലം തളിച്ചു കഴിഞ്ഞപ്പോൾ ആ മഹാപാപം അതിൻ്റെ ശക്തി കൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത്. ആ പാപം ഈ കേൾക്കാനുള്ള അർഹതയിലേക്ക് എത്തി മഹാപ്രേതമായിട്ടുള്ള ധുന്ധുകാരിക്ക്. അതുകൊണ്ട് പറയാൻ തുടങ്ങി. ഗോകർണനോട് അദ്ദേഹം ഇപ്രകാരത്തിൽ പറയാൻ തുടങ്ങി. തതോഞ്ജലോ ജലം കൃത്വ ഗോകർണസ്തമുദൈരയത് തൽസേകാൽഗതപാപോസൗ പ്രവക്തുമുപചക്രമേ. അഹം ഭ്രാതാ തുദീയോസ്മി ധുന്ധുകാരീതി നാമത സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയാ. പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? പ്രേത ഉവാച. എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ സഹോദരനായ ധുന്ധുകാരിയാണ്. എൻ്റെ സ്വന്തം ദോഷം കൊണ്ട് എൻ്റെ ബ്രാഹ്മണ പദവി നഷ്ടപ്പെട്ടു. അഹം ഭ്രാത, ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ത്വദീയ അസ്മി, അഹം ഭ്രാത, ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ഞാൻ സഹോദരനാണ്. ത്വദീയ അസ്മി, അങ്ങയുടെ ഭ്രാതാവാണ്, സഹോദരനാണ്. ധുന്ധുകാരി ഇതി നാമത, എൻ്റെ പേര് ധുന്ധുകാരി എന്നായിരുന്നു. സ്വകീയേനൈവ ദോഷേണ, സ്വകീയേന ഏവ, എന്നുടേ തന്നെ പ്രയത്നം, എന്നുടേ തന്നെ അതുകൊണ്ട് മാത്രം ദോഷേണ, ആ ദോഷം കൊണ്ട്, ഞാൻ ചെയ്തതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ദോഷം കാരണം കൊണ്ട് ബ്രഹ്മത്വം നാശിതം മയ, ഞാൻ തന്നെ എൻ്റെ ഈ ബ്രാഹ്മണ ഭാവത്തെ നശിപ്പിച്ചു. ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ധുന്ധുകാരി എന്ന പേരുള്ള ആ സഹോദരനാണ്. എൻ്റെ തന്നെ ദോഷം കൊണ്ട്, കർമ്മദോഷം കൊണ്ട് ഞാൻ തന്നെ എൻ്റെ ബ്രാഹ്മണ പദവിയെ നശിപ്പിച്ചു, നഷ്ടപ്പെടുത്തി. അഹം ഭ്രാത തുദീയോസ്മി ധുന്ധുകാരീതി നാമത സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയാ. ഇപ്പോൾ വ്യാഖ്യാതാവിന് അപ്പം തോന്നിയ ഒരു കാര്യം ഇത് വിസ്തരിച്ച് പറഞ്ഞിരിക്കണം. ഇവരെങ്ങനെയാണ് സാഹോദര്യം കിട്ടുന്നത് എന്നാണ്. അതായത് അച്ഛൻ്റെ മക്കളാണോ? ആത്മദേവൻ്റെ മക്കളല്ല രണ്ടുപേരും. യതി കൊടുത്ത പഴം കൊണ്ട് പശുവിൽ നിന്നുണ്ടായതാണ് ഗോകർണൻ. ആത്മദേവൻ്റെ പത്നിയായിട്ടുള്ള ധുന്ധുലിയുടെ അനിയത്തി പ്രസവിച്ചതാണ് ധുന്ധുകാരി. സത്യം പറഞ്ഞ ഒരു ബന്ധുവിലെ സ ബന്ധു യോ ഹിതേ യുക്തഃ സ പിതാ യഃ ച പോഷകഃ തന്മിത്രം യത്ര വിശ്വാസഃ സ ദേശഃ യത്ര ജീവ്യതേ. ഏതൊരാളാണോ ഹിതകാരിയായിട്ട് ഒരാൾ മറ്റൊരാളോട് പെരുമാറുന്നത്, ചെയ്തു കൊടുക്കുന്നത്, അവൻ ബന്ധുവാണ്. ഏതൊരാളാണോ വളർത്തുന്നത് അദ്ദേഹം പിതാവാണ്. പാലന പോഷണാദി ചെയ്യുന്ന ആൾ പിതാവാണ്. ആരിൽ ആണോ വിശ്വാസം ഇരിക്കുന്നത്, ചതിക്കാത്ത ഭാവമുള്ളത്, അതാണ് മിത്രം. ഏതു ദിക്കിൽ ജീവിക്കുന്നുവോ ആ ദിക്ക് ആണ് അദ്ദേഹത്തിൻ്റെ ദേശം. ഇപ്പം ജനിച്ചത് എവിടെയാണോ അത് ജന്മദേശം, വസിക്കുന്നത് എവിടെയാണോ അത് വാസദേശം. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ സഹോദര സ്ഥാനം കിട്ടുമോ? ഇപ്പം നമ്മൾ എൻ്റെ ഈ നീതിസാരത്തിൽ കാണാം, സത്യം മാത പിതാജ്ഞാനം ധർമ്മോ ഭ്രാത ദയാസഖി ശാന്തി പത്നി ക്ഷമാപുത്രി ഷഡമി മമ ബാന്ധവാഹ. സത്യമാണ് എൻ്റെ അമ്മ, ജ്ഞാനം അച്ഛനാണ്, ധർമ്മം ബുദ്ധിയാണ്, അനുജൻ ശാന്തി പത്നി, ദയാ സഖിയാണ്, ധർമ്മമാണ് സഹോദരൻ. അതേപോലെ ദയാ സഖിയാണ്, ശാന്തി പത്നിയാണ്, ക്ഷമ മകളാണ്. ഇങ്ങനെ ബന്ധുക്കൾ എനിക്ക് 6 ആളാണ്. അപ്പം ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ പലതുമുണ്ട്.
അപ്പം ഇവിടെ സഹോദര സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ ഭാഗവത തത്വം എടുക്കുമ്പോൾ അങ്ങനെയാണ് എടുക്കുക. അപ്പം ഇവിടെ അഹം ഭ്രാത, ഞാൻ ദ ഭ്രാതാവാണ്. അദ്ദേഹം സ്വയം ഇങ്ങോട്ട് പറയാ ഞാൻ സഹോദരനാണ്. ഇദ്ദേഹത്തിന് സംശയമില്ല കേട്ടോ, ഗോകർണന് സംശയമില്ല. സഹ ഉദരത്തില്ല, രണ്ടുപേർക്കും ലവലേശമില്ല. പക്ഷെ പ്രപഞ്ചത്തിൽ എല്ലാവരും സഹോദരന്മാരാണ്. ജ്ഞാനം കൊടുക്കുന്നയാള് അച്ഛൻ തന്നെയാണ്, ഗുരുവാണ്, മാതാവാണ്. പാലന പോഷണം അത് മനസ്സിൻ്റെ ജീവൻ്റെ അറിവിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് അച്ഛൻ്റെ സ്ഥാനത്തിൽ ഗുരുവായിട്ട് മാറി, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാം കൊണ്ടും അർഹതയുണ്ട്. ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാത്തത് കൊണ്ട് ബ്രാഹ്മണ്യം നഷ്ടപ്പെടുത്തി എന്നാണ്. അതിലൊരു വ്യാഖ്യാനത്തിൽ കണ്ടിട്ടുണ്ട്, ഗ്രന്ഥം എനിക്ക് ഓർമ്മയില്ല. ശൂദ്രൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി ബ്രാഹ്മണ്യമാണ് എന്നാണ് വ്യാഖ്യാനിച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ അടിച്ചുവരി വൃത്തിയാക്കി നല്ലോണം കഴുകി ആ ശുദ്ധം വരുത്തിയതിൻ്റെ ശേഷം പുണ്യാഹമൊക്കെ തളിച്ച് അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ ബിംബത്തിന് അതിൻ്റെതായ ചൈതന്യം കൊടുക്കാൻ സാധിക്കും പൂജാദികളെ കൊണ്ട്. ഈ അടിച്ചുവാരലും വൃത്തിയാക്കലും തുടക്കലും പിടിക്കലും ഒന്നുമില്ല എന്ന് കൂട്ടുക. അവിടെ നാറിയിട്ട് പിന്നെ അങ്ങോട്ട് കിടക്കുമോ? ആ ക്ഷേത്രമുറ്റം മുഴുവൻ അടിച്ചു വാരിയിട്ടില്ല. ചില അമ്പലത്തിൽ ചെന്നാൽ കാണാം. വായനയ്ക്ക് പോകുമ്പോൾ വളരെയധികം. ഒരിക്കൽ ഞാൻ ചീത്ത പറഞ്ഞു. ഞാൻ ഒട്ടും ചീത്ത പറയാത്ത ആളാണ്. 6ാമത്തെ ദിവസമൊക്കെയാണ് എൻ്റെ വായിൽ നിന്ന് വന്നുപോയി. എല്ലാ ദിവസവും ഇവർ കുളിച്ച് വൃത്തിയായിട്ട് വരും. പുതിയ സെറ്റ് കൊണ്ടും പുതിയ അങ്ങനെയൊക്കെ കോഴിയൊക്കെ ധനവാന്മാരാണ്. അപ്പോൾ എന്നും ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ചൂലായിട്ട് അവിടെ നിൽക്കണ്ടോ, ഈ അടിച്ചുവരിന്ന് മുഴുവൻ ചവിട്ടിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഞാനങ്ങോട്ട് വരുമ്പോൾ ബഹുമാനത്തോട് കൂടിയിട്ട് ഈ ചൂലും ഇതൊക്കെ ലേശം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ ഈ 6 ദിവസവും ഒരേപോലെ തന്നെയാണ്. എന്തുകൊണ്ട് അത് തലേ ദിവസം ചെയ്തുകൂടാ? അതല്ലെങ്കിൽ ഞാൻ വരുന്നതിന് മുന്നേ ചെയ്തുകൂടാ? ഇനി അതുമല്ലെങ്കിൽ ചെറിയൊരു ഉപായം കൂടി ഞാൻ അവരോട് പറഞ്ഞു. എന്താ ഉപായം പറഞ്ഞതെന്നല്ലേ, ഞാൻ സ്റ്റേജിലേക്ക് കയറിയതിൻ്റെ ശേഷം അവിടെ ഈ ടാർപ്പായ കൊണ്ടൊക്കെ മറച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ടാവും. അത് എടുക്കണ്ട നിങ്ങളെ, ഞാൻ അങ്ങോട്ട് കയറിക്കോളാം, എനിക്ക് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ കുറേ പണികളുണ്ട്. ഞാനത് ചെയ്യണ സമയത്ത് ടാർപ്പോളിൻ എടുക്കണതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളത് അടിച്ചുവരിക്കോളൂ, ഞാൻ കയറിയതിൻ്റെ ശേഷം. പിന്നെ നിങ്ങൾ തളിച്ച് എന്തൊക്കെ വെച്ചാൽ വൃത്തിയാക്കിയതിന് ശേഷം ടാർപ്പോളിൻ എടുത്തോളൂ. അപ്പോൾ വിഷയം എത്രയേ ഉള്ളൂ, അത് ഒരു ബ്രാഹ്മണ്യമാണ്. കാരണം ഇത് അവിടെ ചെയ്തിട്ടില്ല വെച്ചാൽ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമോ? അതൊരു ലേശം വെള്ളം നനഞ്ഞു ചീഞ്ഞു വെച്ചാൽ ഗന്ധായില്ലേ? അത് ചിലതൊക്കെ നാറണതുണ്ട്, പാല് പോലുള്ളതൊക്കെ വെച്ചാൽ നാറും. അപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റുമോ? അത് ചെയ്യണ്ടേ? ഈ ശുദ്ധി പ്രക്രിയ ധർമ്മത്തിലൊന്നാണ്. ഈ ധർമ്മം മുഴുവൻ പാലിക്കാതെ കണ്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, മുക്തി കിട്ടില്ല. മുക്തിക്ക് പോകേണ്ട വഴിയാണ് ഈ ബ്രാഹ്മണ്യം. അപ്പോൾ അതാണ് ഭാഗവത തത്വം. ഭാഗവതത്തിലാണ് ഭാഗവത തത്വം എന്നല്ല, ഭാഗവത തത്വങ്ങളെ കോർത്തിണക്കി അതിൽ കഥകളായിട്ട് പറഞ്ഞു, അതിൽ തത്വങ്ങളും പറഞ്ഞു. അതാണ് ഭാഗവത തത്വം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ബന്ധുത ഇപ്രകാരത്തിൽ കിട്ടുന്നത്, ഓരോ സ്ഥാനവും അർഹതപ്പെട്ടത് കിട്ടുന്നത്, ഭർത്താവായിട്ടും അച്ഛനായിട്ടും ഒക്കെ കിട്ടുന്നത്, ഗുരുവൊക്കെ ആയിട്ട് കിട്ടുന്നത് ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ വേഷത്തെ നന്നായിട്ട് ചെയ്യണമെന്നാ. അപ്പോൾ വ്യാഖ്യാതാവ് എന്തുകൊണ്ടാണ് അതവിടെ പറഞ്ഞു? സഹോദരനല്ലാഞ്ഞിട്ടും സഹോദരനായിട്ട് പറയപ്പെട്ടപ്പോൾ സഹോദര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഗുരുവായിട്ട് മാറി ഗോകർണൻ. ഇത് പറയാൻ വേണ്ടിയിട്ടാ. അതാണ് ഭാഗവത തത്വം. അഹം ഭ്രാത ത്വദീയോസ്മി ധുന്ധുകാരീതി നാമത സ്വകീയേന ഇവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയ. ഇനി ശിഷ്യൻ്റെ ഒരു ഭാവം അത് പ്രത്യേകമായിട്ട് പറഞ്ഞു. ആത്മവിമർശനം ചെയ്താലാണ് ഞാൻ ആര് എന്ന് മനസ്സിലാക്കുള്ളൂ, എൻ്റെ ന്യൂനത എന്ത് എന്ന് മനസ്സിലാക്കും. ആത്മനിന്ദ ബ്രഹ്മഹത്യാ പാപാണ്. ഞാൻ എന്നെ നിന്ദിക്കുന്നത് എൻ്റെ ജീവനെ, ബ്രഹ്മാംശമായിട്ടുള്ള ജീവനെ, ഈശ്വരനെയും ഈ ജീവാത്മാവിനെയും മനസ്സിലാക്കാത്തത് കൊണ്ട് അത് ബ്രഹ്മഹത്യാ പാപാണ്. അതിനെ എല്ലാവരും കണക്കാക്കാറുണ്ട്. ഞാൻ എപ്പോഴും എന്നെ പുകഴ്ത്തിയിട്ടേ പറയുള്ളൂ. എല്ലാവരും കാണാം. ഞാൻ ഇതുപോലെ എൻ്റെ കാര്യങ്ങൾക്ക് കുറച്ച് താഴ്ത്തിയിട്ടേ പറയാറുള്ളൂ.
എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഒപ്പം വരുന്നവർ പലരും ഇങ്ങനെ ആത്മനിന്ദ ചെയ്യരുത്, മഹാപാപാണ് എന്ന് പറയും. ആത്മവിമർശനം എന്ന അർത്ഥത്തിലാണ് ഞാനത് ചെയ്യുന്നത്. എനിക്ക് ചില ന്യൂനതകളുണ്ട്, എനിക്ക് നല്ലോണം അറിയാം. ഞാനതിനെ വിശകലനം ചെയ്യാറുണ്ട്. അതിൽ നിന്ന് തന്നെ എനിക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കാറുള്ളൂ. അതിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുന്നതും പറയാൻ സാധിക്കുന്നതും. ഇവിടെ ആത്മദേവൻ ചെയ്ത് സ്വകീയേന ഏവ, എൻ്റെ ഒരു ദോഷം, കർമ്മദോഷം കൊണ്ട് തന്നെ, ദോഷേണ എനിക്കെന്താ സംഭവിച്ചത്? ബ്രഹ്മത്വം നാശിതം മയ, എൻ്റെ ബ്രാഹ്മണ പദവി എനിക്ക് നഷ്ടപ്പെട്ടു. ബ്രാഹ്മണനായിരുന്നു. ആത്മവിമർശനം. അവിടെ ഗോകർണൻ ഇത് തെറ്റാന്ന് പറയൂ? ആത്മവിമർശനം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങളെ സമസ്ത അപരാധം ക്ഷമസ്വ എന്ന് ഭഗവാനോട് പറയണം. ക്ഷമിക്കൂ. ഇവിടെ ഗുരുവിനോട് അത് പറഞ്ഞു. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഗോകർണനും കാര്യം മനസ്സിലായി, ധുന്തുകാരിക്കും കാര്യം മനസ്സിലായി. വായിക്കുന്ന നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് വ്യാഖ്യാതാവ് അതിനെ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ കർമ്മത്തിൻ്റെ ഗതി അത് വളരെ പ്രയാസമാണ് മനസ്സിലാക്കാൻ. അതിനെ ഒന്ന് വിശദീകരിക്കുകയാണ് ആ പ്രേതം. എന്താ പ്രേതം പറഞ്ഞത്? കർമ്മണോ നാസ്തി സംഖ്യാമേ മഹാജ്ഞാനേ വിവർത്തിന മഹാജ്ഞാനേ വിവർത്തിന ലോകാനാം ഹിംസക സോഹം സ്ത്രീഭിർ ദുഃഖേന മാരിത. ഒരു 2-3 ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. മഹത്തായ അജ്ഞാനം കൊണ്ട് ജീവിതകാലം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് ഇത്ര എന്ന് കണക്ക് പറയാൻ പറ്റുമോ നിശ്ചയില്ല. ലോകത്തെ മുഴുവൻ വധിക്കുക, ഹിംസിക്കുക എന്ന ഞാൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തു. എന്നെ വേശ്യാസ്ത്രീകളാണ് ഇത്രയും ക്ലേശിപ്പിച്ചത്, എന്നെ വധിച്ചത്. കർമ്മണോ ന അസ്തി സംഖ്യാമേ, എന്നാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള കർമ്മം എത്രയാണ് എന്ന് പറയാൻ സാധിക്കില്ല. മേ എന്നാൽ, കർമ്മണഃ ന അസ്തി സംഖ്യ, ഞാൻ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളുടെ ആ കണക്ക് ഇത്രയെന്ന് പറയാൻ സാധിക്കില്ല. മഹാ അജ്ഞാനേ വിവർത്തിന, ഇന്ന രീതിയിലാണ് അജ്ഞാനം കൊണ്ട് ചെയ്തത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അത് ഇത് എന്നുള്ളത് വിവർത്തനം ചെയ്ത് പറയാൻ അറിയില്ല, വ്യാഖ്യാനിച്ച് പറയാൻ അറിയില്ല. ലോകാനാം ഹിംസകഃ സഹ അഹം, ലോകത്തെ ഹിംസിക്കുക എന്ന പ്രവൃത്തി ഞാൻ ധാരാളമായിട്ട് ചെയ്തു. അതിലൊന്നാണ് ഈ വേശ്യാസംഘം. സ്ത്രീഭിഹി ദുഃഖേന മാരിത, ആ വേശ്യകളാൽ എന്നെ വധിച്ചു. മാരിത സ്ത്രീഭിഹി മാരിത, അതാണ് എനിക്ക് മമ ദുഃഖ, അല്ലെങ്കിൽ എൻ്റെ ഈ ദുഃഖം അതാണ്. സ്ത്രീകളാൽ ദുഃഖിപ്പിച്ചു. സ്ത്രീഭിഹി ദുഃഖേന മാരിത എന്നതാണ് അതിൻ്റെ ക്രിയ. എന്നെ വധിച്ചു, അതാണ് എനിക്ക് ദുഃഖമായത്. അപ്പോൾ ഞാൻ ചെയ്ത കർമ്മങ്ങൾ സ്വയം വിശകലനം ചെയ്യാണ്. കർമ്മണോ ന അസ്തി സംഖ്യ മേ മഹാ ജ്ഞാനേ വിവർത്തിന മഹാ അജ്ഞാനേ വിവർത്തിന. മഹാ അജ്ഞാനം കൊണ്ടാണ് ഞാനിത് ചെയ്തത്. ജ്ഞാനികൾക്ക് പോലും ഇത് ഇത്രയുണ്ട് എന്ന് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും കൂടുതൽ ചീത്ത ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മഹാജ്ഞാനേ എന്ന് മാത്രമേ ഉള്ളൂ, എഫ് ഇട്ടിട്ടില്ല. ആ എഫും കൂടി ആയാൽ മഹാ അജ്ഞാനേന്നായി. മഹാജ്ഞാനികൾക്ക്, മഹാ അജ്ഞാനെ, മഹാ എന്ന് ദീർഘമുണ്ടെങ്കിലേ മഹാ ഉള്ളൂ, അല്ലെങ്കിൽ മഹത്ത് എന്നാണ് വേണ്ടത്. അപ്പോൾ മഹാ അജ്ഞാനെ എന്നാണ് ഇവിടെ വ്യാഖ്യാതാവ് കൊടുത്തത്. ഇതിന് കാരണമുണ്ട്. കാരണം ഇതാണ്, മേ മഹാ അജ്ഞാനെ. അവിടെ ഈ പ്രേതം ധുന്ധുകാരി ആയിരിക്കുന്ന സമയത്ത് അജ്ഞാനം കൊണ്ടാണ് കർമ്മങ്ങൾ കുറേ ചീത്തയായിട്ട് ചെയ്തത്. എത്ര കർമ്മം ചെയ്തതെന്ന് വെച്ചില്ല. എന്താ? ഹിംസകഃ, സദാ ഹിംസകഃ. എന്തിന്? ലോകാനാം, ലോകത്തെ മുഴുവൻ. അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ച ഒരു തെറ്റ് പറഞ്ഞു. സ്ത്രീ സംഘം, വേശ്യാസംഘം. ആ സ്ത്രീകളാൽ തന്നെ ഞാൻ വധിക്കപ്പെട്ടു. അത് എനിക്ക് ദുഃഖമായിട്ട് മാറി.
അഹം സ്ത്രീഭിः ദുഃഖേന മാരിതഃ. സ്ത്രീഭിः മാരിതഃ. അത് മേ മമ ദുഃഖ, എൻ്റെ ദുഃഖമായിട്ട് മാറി. അതിനെ സൂചിപ്പിച്ചു. കർമ്മണോ നാസ്തി സംഖ്യ മേ മഹാജ്ഞാനേ വിവർത്തിന ലോകാനാം ഹിംസക സോഹം സ്ത്രീഭിർദുഃഖേന മാരിത. അപ്പോൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത്. അറിവുണ്ടാവാൻ എന്താ വഴി? പഠിക്കുകയാണ്. പഠിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? സ്വീകരിക്കാനുള്ള അതിനും വേണം ഒരു പ്ലാറ്റ്ഫോം വേണം, ഒരു ബോർഡ് വേണം എഴുതണമെങ്കിൽ. ജനം സ്വീകരിക്കണം വെച്ചാൽ ഒരു പാത്രം വേണം. അപ്പം അതിന് പാത്രമാവാനുള്ള യോഗ്യത നമുക്കുണ്ടോയെന്ന് ശരിയാണ്. അപ്പം നമ്മളിത് എപ്പോഴും ഇങ്ങനെ കാലിയാക്കി വെച്ചുകൊണ്ടിരിക്കണം. കിട്ടിയത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. അതിനെ ഉപയോഗിക്കും കൂടി വേണം. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല, മസ്തകത്തിലിരിക്കണം വിദ്യ. അപ്പോഴേ അതിങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ എനിക്കത് കിട്ടിയായിരുന്നില്ല. വിദ്യ കൊടുക്കാൻ ആളില്ലായിട്ടല്ല, സ്വീകരിക്കാൻ എനിക്ക് പറ്റിയില്ല. ആത്മദേവൻ ജ്ഞാനിയായിരുന്നു, സഹോദരനായിട്ടുള്ള ഗോകർണൻ ജ്ഞാനിയായിരുന്നു. രണ്ടുപേരിൽ നിന്നും വിദ്യ കിട്ടുമായിരുന്നു. ജനിച്ച കുലം ബ്രാഹ്മണനാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പ്രയാസമില്ല, വിഘ്നം കിട്ടും. പാത്രമുണ്ട്, തരാൻ ആളുണ്ട്, തരേണ്ട വസ്തുവുണ്ട്. പക്ഷെ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അതാണ് അജ്ഞാനം, മഹാജ്ഞാനമായിപ്പോയി. അതുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾ പഴച്ചുപോയി. അതിൽ ഒരു കാര്യം സ്ത്രീ വേശ്യാസംഘം, അവരാൽ തന്നെ ഞാൻ വധിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ബ്രാഹ്മണ്യം നഷ്ടമായി. അപ്പോൾ ഈ ബ്രഹ്മത്വം നാശിതമയ, അതിൻ്റെ വിശദീകരണമാണ് ഇനിയുള്ള 3 ശ്ലോകങ്ങൾ. കർമ്മണോ നാസ്തി സംഖ്യ മേ മഹാജ്ഞാനേ വിവർത്തിന ലോകാനാം ഹിംസക സോഹം സ്ത്രീഭിർദുഃഖേന മാരിത. ഇങ്ങനെ 28ാമത്തെ ശ്ലോകം പറഞ്ഞു വെച്ചു. ഇനി 29ാമത്തെ തൊട്ടടുത്തേൽ പറയാം. 25, 26, 27, 28 71ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു. ഇനി അടുത്തത് 72ാമത്തെ പറയാം. നാരായണ നാരായണ.